സഖാക്കൾ എന്താ പാട് സുഖല്ലേ? ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് എന്തായിരുന്നു ബാലസംഘ പ്രസിഡന്റ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മുഹമ്മദ് സിയാൻ എന്ന് പറയുന്ന കുട്ടി സഖാവിനെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം കാണും. അവൻ്റെ ഒരു പേജ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ പേജിൻ്റെ പേര് കുട്ടി സഖാവ് എന്നാണ്. സോഷ്യൽ മീഡിയ നിരന്തരം ചില പോസ്റ്റുകളൊക്കെ പങ്കുവെക്കാറുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സഖാവായ മുഹമ്മദ് സിയാൻ അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ചെറിയൊരു പാർട്ടി ഓഫീസ് പോലെ ചില മുളകളും വടികേടും എല്ലാം വെച്ച് കെട്ടിക്കൊണ്ട് ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്നു. അതിന് സെക്രട്ടറിയെയും ജോയിന്റ് സെക്രട്ടറിയും ഒക്കെ ആക്കിയിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. നിമിഷങ്ങൾ കൊണ്ട് തന്നെ 24 മണിക്കൂറിനകം 2.5 മില്യൺ വ്യൂവേഴ്സാണ് ഈ ഒരു വീഡിയോക്ക് കിട്ടിയത് എന്നുള്ളതാണ്. എന്നാൽ എന്താണ് സങ്കടം എന്നല്ലേ, മെറ്റ ഏതായാലും ഈ ഒരു വീഡിയോ അടക്കം ഈ ചാനലടക്കം ഇപ്പോൾ ഫ്യൂസാക്കി കഴിഞ്ഞു, വീഡിയോ റിമൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിക്കണം. ഈ എതിർശബ്ദങ്ങളെ അമർത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അടക്കം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമുക്കറിയാം വി ഡി സതീശൻ ഗവൺമെൻറ്റിനെതിരെ വരുന്ന എല്ലാ വാർത്തകളും മെറ്റ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചെറിയ കുട്ടികളെ പോലും ഭയക്കുന്ന ഒരു നിലപാടിലേക്ക് നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ഇത്തരം മാധ്യമങ്ങളും പോകുന്നത്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. തീർച്ചയായിട്ടും ഇത്തരം പരിപാടികൾക്ക് ഇത്തരം വീഡിയോക്കെല്ലാം അധികം വ്യൂസും അതുപോലെ തന്നെ ഫോളോവേഴ്സും കിട്ടുന്നത് ഈ എതിർ ശബ്ദങ്ങളെ തീർച്ചയായിട്ടും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിൽപ്പെട്ട മെറ്റ പോലുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് വളരെ ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇതിൽ എന്താണ് ഇത്രമാത്രം തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നതും ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം അവൻ്റെ വാപ്പയാണ്. അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ ബൈലോയിൽ അത് പറയുന്നുമുണ്ട് താനും. പിന്നെ എവിടെയാണ് ഇതിൻ്റെ വാലേഷൻ എന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഈ ഒരു വീഡിയോക്ക് താഴെ നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പറും അതുപോലെ തന്നെ ഇപ്പോഴത്തെ MLAയും എല്ലാമായ നമ്മുടെ പിണറായി വിജയൻ ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ താഴെ പോയിട്ട് കമൻ്റ് ഇടുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ മന്ത്രിയും മുൻ മന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ MLAയുമായ മുഹമ്മദ് റിയാസ് ഇതിൻ്റെ താഴെ പോയിട്ട് കമൻ്റ് ഇടുന്നു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇത്രമാത്രം വൈറലാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ആ കുട്ടികളുടെ ക്യൂട്ട്നെസ് തീർച്ചയായിട്ടും മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താണ് കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ, അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, തീർച്ചയായിട്ടും നമുക്കതൊന്ന് കേട്ടുവരാം. അങ്ങനെ നിങ്ങളുടെ വീഡിയോ പോയി, വിഷമമുണ്ടോ? എന്ത് വിഷമോ? നമ്മളെവിടെ ഉണ്ട് ആ ചെങ്കുടി പോകൂല. ഈ അക്കൗണ്ടൊക്കെ പോയപ്പോ വിഷമം തോന്നിയായിരുന്നു നിങ്ങൾക്ക്? കൊറേ വിഷമുണ്ട്. പക്ഷെ പ്രശ്നമില്ല, ഇനി നമ്മൾ കേട്ടു പുതിയ വീഡിയോസ് വരും. വിഷമം തോന്നിയെന്നോ വീഡിയോ ഒക്കെ പോയപ്പോ? ചെറുതായിട്ട് അല്ലേ? ആരൊക്കെ ഈ പാർട്ടി ഓഫീസ് ഉണ്ടാക്കി തന്ന? ആരൊക്കെ? ഞങ്ങളെല്ലാരും കൂടി. നിങ്ങൾ തന്നെ ഉണ്ടാക്കി? നിങ്ങൾ എത്ര ആളാ ഗ്യാങ്ങാ? ഫ്രണ്ടും കൂടി ഉണ്ട്. അവര് വേറെ കല്യാണം ഉണ്ടായിട്ട് പോയി അല്ലേ? നിങ്ങൾ എത്ര ചങ്ങായിമാരാ ഇവിടെ? ഇവിടെ കൊറേ ചങ്ങായിമാരൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾ ടീമാണോ? എല്ലാം ഞങ്ങൾ ടീമാ. എല്ലാം സഹാക്കളാണോ? ചിലതൊക്കെ ലീഗുകളാ. എന്തായാലും എല്ലാം ഉഷാറാണ്. അപ്പോൾ കുട്ടികളുടെ മറുപടി തന്നെ നിങ്ങൾ കേട്ട് കാണും. എൻ്റെ ഹൃദയത്തിലാണ് പാർട്ടി എന്നാണ് മുഹമ്മദ് സിയാൻ പറയുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ബഹുമാനം തോന്നിപ്പോകുന്ന ചില പരാമർശങ്ങൾ ഇതിൻ്റെ മുന്നേയും അവൻ നടത്തിയിട്ടുണ്ട്. അവൻ്റെ പരാമർശങ്ങൾ അത്തരത്തിലാണ്. കാരണം ഡിലീറ്റ് ചെയ്തത് കൊണ്ടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ വീണ്ടും പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി വീണ്ടും പുതിയ പോസ്റ്റുകളുമായിട്ട് വരുമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും സങ്കടം കാണും. നിങ്ങൾക്കറിയാം, അവർക്ക് ധാരാളം ഫോളോവേഴ്സും ധാരാളം പേർ അറിയപ്പെടുകയും അക്കൗണ്ടുകൾ ഇപ്പോഴാണ് അതൊന്ന് വൈറലായി റീച്ചായിട്ട് തുടങ്ങിയത്. അല്ല, ഒരു ദിവസം കൊണ്ടൊക്കെ 2.5 മില്യൺ വ്യൂസൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ അല്ലെ വീഡിയോ ചെയ്യുന്ന നമ്മുടെ പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ആ കുട്ടികളുടെ ഒരു മനസ്സിനെ വേദനപ്പെടുത്തിയുള്ള ഒരു പ്രശ്നം തീർച്ചയായിട്ടും പ്രതിഷേധാർഹം തന്നെയാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂട ഭീകരത എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ചിന്തിക്കും, ഈ ചെറിയൊരു കാര്യത്തിന് എന്തിനാണ് ഇത്രമാത്രം സംസാരിക്കാൻ എന്നല്ലേ. ഇത് ഇന്ന് ചെറിയ ഒരു വീഡിയോ, കുട്ടി സഖാവിൻ്റെ വീഡിയോ ആണെങ്കിൽ നാളെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ TV അടക്കമുള്ള, കൈരളി TV അടക്കമുള്ള, മാതൃഭൂമി അടക്കമുള്ള ഒരുപാട് വാർത്തകൾ മെറ്റ നീക്കം ചെയ്തു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് അവർ പെറ്റീഷനുമായി പോയ സമയത്ത് ആ വാർത്ത തിരിച്ചു വെക്കുന്നതും നമ്മൾ കണ്ടു. ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രാകൃതമായ ഒരു രീതിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു ഇരുന്നത് ഇത്രയും കാലം. ആ ഒരു പരിപാടി തന്നെ ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരും സ്വീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല.
ഈ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിൽ എനിക്ക് എൻ്റേതായ അഭിപ്രായം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന നമുക്ക് വകവെച്ച് തരുന്നുണ്ട് താനും. പിന്നെ എന്തിനാണ് എതിർശബ്ദങ്ങളെ പേടിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇനി സിയാൻ്റെ ഉപ്പ പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു സംഭവം അറിഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വയലേഷന് എതിർക്കുന്ന മറ്റല്ലെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള മറ്റ് കണ്ടൻറ്റുകളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മെയിൽ അയച്ചിട്ടുണ്ട്. ഇതുവരെ മറുപടി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. വെയിറ്റ് ചെയ്യണം മറുപടിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെയാണല്ലോ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും പാരൻ്റ് അത് പ്രത്യേകം അവിടെ നമ്മൾ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് മാനേജർ ബൈ പാരൻസ് എന്നുള്ളത്. കുട്ടികളുടെ കോണ്ടന്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ട്. മെറ്റയുടെ റൂൾസാണ്. അതുപോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനൊരു സംഭവം നടന്നു. വയലേഷൻ വരേണ്ട കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കണ്ടൻറ്റും അതിലില്ല. അതിൽ വന്ന കണ്ടൻറ്റ് ഒന്ന് നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസുകൾ, മറ്റൊന്ന് നമ്മുടെ പൊളിറ്റിക്കൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസുകൾ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിലിട്ടിട്ടുള്ളത്. പൊളിറ്റിക്കൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോയിൽ പോലും മറ്റ് പാർട്ടികളെ നമ്മൾ വല്ലാണ്ട് താറടിച്ച് കാണിക്കുകയോ അങ്ങനെയൊന്നും കാണിക്കാതെ നമ്മുടെ ആശയം എന്താണ് എന്നുള്ളത് വൃത്തിയിൽ അവതരിപ്പിക്കുന്ന കുറച്ച് കണ്ടന്റുകൾ അതാണ് ഉണ്ടായിരുന്നത്. വേദനിപ്പിക്കുന്ന റിസൾട്ടാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭയങ്കര സങ്കടമായി. കാരണം ഇന്നലെ അത് 2.5 മില്യൺ ആളുകൾ കണ്ടൊരു വീഡിയോ ആയിരുന്നു. പിന്നെ എസ്പെഷ്യലി പിണറായി വിജയൻ സാറ് ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. പിന്നെ നമ്മുടെ മുഹമ്മദ് റിയാസ് സാറ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോറിയൊക്കെ വെച്ച് വീഡിയോ ആയിരുന്നു. അതായിരുന്നു പെട്ടെന്ന് കട്ടായി പോയപ്പോഴുള്ള സങ്കടം. അപ്പോൾ മുഹമ്മദ് സിയാൻ്റെ ഉപ്പ പറഞ്ഞ നിങ്ങൾ കേട്ട്, കാരണം ഞാൻ പറഞ്ഞതുപോലെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം അദ്ദേഹമാണ് എന്ന് തീർച്ചയായിട്ടും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ എവിടെയാണ് ഇതിൻ്റെ ഒരു വയലേഷൻ അദ്ദേഹത്തിന് പോലും മനസ്സിലാവുന്നില്ല. ഇതൊക്കെയാണ് ഭരണകൂടങ്ങളെ പ്രീതിപ്പെടുത്താത്ത എന്ത് വാർത്തകൾ വന്നു കഴിഞ്ഞാലും അവർക്കെതിരെ ആര് സംസാരിച്ചു കഴിഞ്ഞാലും അതിനെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത് പോലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനാണ് വി ഡി സതീശൻ സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് തീർച്ചയായിട്ടും നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതായിരിക്കുന്നു. കാരണം ഇത്തരത്തിൽപ്പെട്ട ചെറിയ കുട്ടികളെ, ഒരു 6-7 വയസ്സുള്ള മകനെ പോലും പേടിയാണെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ മെറ്റയൊക്കെ തീർച്ചയായിട്ടും സർക്കാർ സംവിധാനത്തിൻ്റെ ബലം അല്ലെങ്കിൽ അവരുടെ പവർ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽപ്പെട്ട ഒരു രീതിയൊന്നും ഒരു സർക്കാർ മുന്നേ സ്വീകരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏതായാലും പ്രതിഷേധങ്ങളടക്കമുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് DYFI അടക്കമുള്ള യുവജന സംഘടനകൾ പറയുന്നത്. നമുക്ക് അവരുടെ അഭിപ്രായം കൂടി കേട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്തായാലും ഈ വിഷയം അറിഞ്ഞ് DYFIയുടെ ഭാരവാഹികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിഷേധാർഹമാണ്. തീർച്ചയായിട്ടും പ്രതിഷേധകരമാണ്. ഈ നാടിനകത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടി സഖാക്കൾ എന്ന രീതിയിലേക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുറന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ആ അക്കൗണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇലക്ഷൻ്റെ സമയത്ത് ഈ പരാജയം ഏറ്റുവാങ്ങിയ സമയത്ത് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് പറയുന്ന വീഡിയോ ഉൾപ്പെടെ ഒരു ബെറ്റിൻ്റെ മേൽ മുട്ടയടിച്ച് വന്ന് ഞങ്ങൾ പിറകോട്ടില്ല, ഞങ്ങൾ നെഞ്ചിനകത്ത് ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളാണ്. നല്ല റീച്ച് കിട്ടിയിരുന്നു. ആ റീച്ച് കിട്ടിയതിന് ശേഷം ഇവരെ ഈ തരത്തിലേക്കുള്ള ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാനം ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഇവരുണ്ടാക്കിയൊരു പാർട്ടി ഓഫീസാണ്. അവർ സ്വയം തീരുമാനിച്ച് പാർട്ടി ഓഫീസ് ഉണ്ടാക്കുകയും വീഡിയോ എടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ബാലസംഘത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇട്ടതാണ്. അതിനകത്ത് നമ്മുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പേഴ്സ്, APMൻ്റെ കേന്ദ്ര PB മെമ്പർ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് എന്ത് ചെയ്യാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് ഇടുകയും അതോടൊപ്പം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്യാണ് അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റെല്ലാം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടിനകത്തെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അതോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളും നിഷേധിക്കുന്നവരായി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മാറുകയാണ്. ഇത് പുതിയ കാലമാണ്. പുതിയ കാലഘട്ടത്തിനകത്ത് സോഷ്യൽ മീഡിയകളാണ്. ഇൻസ്റ്റ ആണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. ആ ഇൻസ്റ്റ പ്രധാനപ്പെട്ട സമയത്ത് അതിനെ നിഷേധിക്കുന്നവരായി ഏറ്റവും നല്ലൊരു പേജാണ്. എനിക്ക് തോന്നിയത് 2.5 മില്യണത്തോളം വരുന്ന ആൾക്കാർ റീച്ച് ചെയ്തിരിക്കുന്ന ആ പേജ് എന്ത് ചെയ്യാണ് ഒരു രാത്രി കഴിയുമ്പോഴേക്കും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്, ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു കാരണവശാലും എന്തല്ല, നല്ല രീതിയല്ല, അംഗീകരിക്കാൻ പറ്റില്ല. വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഇതിനകത്ത് ജനങ്ങളെ കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യും വലിയ രീതിയിലേക്ക് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേട്ട് കാണും. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട വീഡിയോസൊക്കെ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ആ വീഡിയോ ഒക്കെ കണ്ടാൽ വളരെ ക്യൂട്ട്നെസ്സും അതുപോലെ തന്നെ കുട്ടികളുടെ വീഡിയോ ആണ്. അതിൻ്റെ ഒരു അർത്ഥത്തിലെടുത്ത് തള്ളിക്കളയുന്നതിന് പകരം ഇത്തരം ഒരു വൈരാഗ്യ ബുദ്ധിയോടുള്ള ഒരു സമീപനം മെറ്റയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ് മെറ്റയ്ക്ക് ഒരു മെയിലായിട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുവരെ മെറ്റയുടെ ഭാഗത്ത് നിന്നും തിരിച്ചൊരു ഇമെയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ സങ്കടത്തിലാണ്. അതുപോലെ തന്നെ ഒരു നാടും അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനവിഭാഗങ്ങളും ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു സംസ്ഥാനത്തായാലും ഏതൊരു രാജ്യത്തായാലും അവർക്ക് എല്ലാവർക്കും അവരുടെ അഭിപ്രായം കാണും. ആ അഭിപ്രായം സതുദ്ദേശത്തോടു കൂടി നല്ല
ഭാഷയിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രതികരിക്കാനുള്ള അവകാശവുമുണ്ട്. അത്രമാത്രമേ ആ കുട്ടിയും ചെയ്തുള്ളൂ. ഏതായാലും മുഹമ്മദ് സിയാൻ എന്ന് പറയുന്ന കുട്ടി സഖാവിന് തീർച്ചയായിട്ടും അവൻ്റെ പേജുകൾ തിരിച്ചു കിട്ടട്ടെ. അവൻ്റെ അഭിപ്രായങ്ങളും അവൻ്റെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവൻ്റെ പാർട്ടി പ്രവർത്തനങ്ങളും എല്ലാം പങ്കുവെക്കാനുള്ള ഈ ഭരണകൂടം നിവർത്തിച്ചെടുക്കുന്ന അധികാരത്തിനുള്ളിൽ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനുള്ള അവൻ്റെ അവകാശത്തെ ഏതായാലും മാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളായിട്ട് അഭിപ്രായങ്ങളായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും എഴുതി അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.